എന്നെന്നും ഓർത്ത് വെക്കാൻ ഇക്കുറി ഓണം നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ഏകമോടെ ആദ്യത്തെ ഓണമായിരുന്നു. നാട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ഓണത്തിൻ്റെതായ ചടങ്ങുകളൊക്കെ അതിൻ്റെതായ ഒതൻറ്റിക് രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് വളരെയധികം നിർബന്ധമായിരുന്നു. ഉത്രാട സന്ധ്യയ്ക്ക് പൂട്ടി തന്നെ നമ്മൾ ചടങ്ങുകളെല്ലാം ആരംഭിച്ചിരിക്കുകയാണ്. മിത്തു ഇവിടെ തൃക്കാക്കരപ്പന് ഓട്ടട ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. കഴിഞ്ഞ ഓണത്തിന് ശേഷം മിത്തു ഇതാ നീണ്ടൊരു അരമണിക്കൂറത്തെ അധ്വാനത്തിൻ്റെ ഫലമായി തേങ്ങ തല്ലി പൊട്ടിച്ചിരിക്കുകയാണ്. പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം റെഡി ആയിരിക്കുകയാണ്. നമ്മൾ തൃക്കാക്കരപ്പനെ പൂജ ചെയ്ത് വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ്. വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് തുളസിയിട്ട് നമ്മൾ കോലം വരച്ച് ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഉത്തരാടത്തിൻ്റെ ചടങ്ങുകളൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഉത്രാടത്തിന് സന്ധ്യയ്ക്ക് മുന്നേ വീടെല്ലാം തൂത്ത് വൃത്തിയാക്കി കഴുകി തുടച്ച് കഴിഞ്ഞാൽ പിന്നെ കിടാവിളക്ക് എത്തിക്കും. കിടാവിളക്ക് നമ്മൾ തിരുവോണത്തിന് അന്ന് സദ്യ കൊണ്ട് കഴിയുമ്പോഴേ അണയ്ക്കുള്ളൂ. ഈ ഒരു ടൈം വരെയുള്ള വീട്ടിൽ ദൈവസാന്നിധ്യം ഉള്ളത് കൊണ്ട് നമ്മൾ ചൂല് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ തിരുവോണത്തിൻ്റെ തലേന്ന് ഓണത്തപ്പനെ വെച്ചിട്ടുള്ള ഈ പൂജയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ ഓണത്തപ്പനെ വെക്കുന്ന ഇതിലും ഒരു നമ്പറിങ് ഉണ്ട്. അപ്പം നമ്മൾ ഒന്നെങ്കിൽ ഒരു സ്തൂപം മാത്രമേ വെക്കുള്ളൂ, അല്ലെങ്കിൽ 3 എണ്ണം വെക്കും, അല്ലെങ്കിൽ 5 എണ്ണം, അല്ലെങ്കിൽ 7 എണ്ണം. ഈ ഒരു സീക്വൻസ് ഫോളോ ചെയ്യുന്ന എന്തിനാണെന്ന് അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ മെയിൻ പൂജയിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഓണത്തപ്പനെ വെച്ച് അരിമാവൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ പൂജകളിലേക്ക് കടക്കുകയാണ്. ആദ്യം നമ്മൾ കറുകപ്പുല്ല് വെച്ചിട്ട് ഒഴിഞ്ഞ് 3 ദേവന്മാർക്കും വെക്കും. ഇതേപോലെ തന്നെ തുമ്പയും മുക്കൂറ്റൊക്കെ വെച്ച് ചെയ്യണം. പക്ഷെ ഇവിടെ ആ പൂകളൊന്നും അവൈലബിൾ അല്ല. കുടുംബത്തിലെ ഏറ്റവും ഇളയ ആൺകുട്ടികളായിരിക്കും കേട്ടോ ഈ ഒരു പൂജകളൊക്കെ ചെയ്യാൻ നിയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നിവേദ്യമാണ്. നിവേദ്യത്തോട് ഇന്നത്തെ ചടങ്ങുകളിലെല്ലാം കഴിയുകയാണ്. നിവേദ്യത്തെ നമ്മൾ ഓട്ടട വെക്കും, പിന്നെ തേങ്ങാമുറി വെക്കും, തേങ്ങാ വെള്ളം വെക്കും, പിന്നെ പൂവിട്ട് ഇന്നത്തെ പൂജകളൊക്കെ അവസാനിപ്പിക്കും. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ പൂക്കളിടാൻ വേണ്ടിയിട്ട് ചേട്ടൻ രാവിലെ തന്നെ എണീറ്റു എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനും കുഞ്ഞും ഇതൊരിട്ട് എഴുന്നേറ്റിട്ട് പോലുമില്ല. ലാസ്റ്റ് 2 ഓണം മമ്മി ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും പായസം വരെ അടുപ്പിൽ കയറി. മമ്മി പിന്നെ എന്നെ അടുക്കളയിൽ അധികം നേരം നിർത്തിയില്ല. അപ്പം തന്നെ എന്നെ ഓടിച്ചു വിട്ടു. പിന്നെ ഞാൻ നേരെ പോയി കുളിച്ചിട്ട് പൂക്കളിടാനുള്ള കാര്യങ്ങൾ തുടങ്ങി. മിത്തു വന്നപ്പോഴേക്കും ഞാൻ ഇത്രയും പൂക്കളിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നിരുന്ന് ഇടുന്ന കണ്ടതൊന്നും തുടക്കം തൊട്ടേ അവൾ ഒറ്റയ്ക്കാണ് പൂക്കളിട്ട് തീർത്തതെന്ന് വിചാരിക്കും. പൂക്കൾ എത്ര വലുതായാലും ചെറുതായാലും പൂക്കളം ലെയർ ചെയ്യുന്നതിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ് പൂക്കളത്തിൻ്റെ ഭംഗി കൂട്ടുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞങ്ങളെ പൂക്കളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇപ്രാവശ്യത്തെ ഞങ്ങൾ ഓണത്തിൻ്റെ ഡ്രസ്സ് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഡിസൈൻ ചെയ്യിപ്പിച്ചത്. ഇപ്പം താമര ട്രെൻഡിങ് ആയതുകൊണ്ട് താമര ഡ്രസ്സ് വേണമെന്നായിരുന്നു. അഫോർഡബിൾ റേറ്റിന് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ കിട്ടി ഞങ്ങൾക്ക്. ബൊട്ടേഗയുടെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 12 മണി ആയപ്പോഴത്തേക്കിനും സദ്യവട്ടങ്ങളൊക്കെ കാലായിരിക്കുകയാണ്. സദ്യയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ വന്ന് റിലാക്സ് ചെയ്തിട്ടിരിക്കണം. എല്ലാവരും റെഡിയായി. ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ കുറച്ച് ഫൈനൽ മേക്കപ്പ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ്. തിരുവോണത്തിൻ്റെ അന്ന് ഏകമോൾക്ക് ചെറിയ പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നമ്മളോട് എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ആൾ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവാണ്. പക്ഷെ അത്രയും ഒരു ആക്റ്റീവ്നെസ് എന്നാലും ഓണത്തിന് ഉണ്ടായിട്ടില്ല. ഓണമായാലും വിഷു ആയാലും ഒക്കെ നമ്മൾ സദ്യയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കാരണവന്മാർക്ക് വീതി വെക്കുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചോളൂ കേട്ടോ. എപ്പോഴത്തെ പോലെ തന്നെ യൂക്രിഷാണ് ഈ പ്രാവശ്യം സദ്യയൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നത്. ദ മോസ്റ്റ് ഹൈലൈറ്റഡ് പാർട്ട് ഏകമോളുടെ ആദ്യത്തെ തിരുവോണ സദ്യ. നമ്മൾ വീതി വെച്ച അതേ ഇലയിൽ നിന്നാണ് മോൾക്ക് ആദ്യമായിട്ട് തൊട്ട് കൊടുത്തത്. പനിയായതിൻ്റെ പേരിൽ ഇത്തിരി ഫുഡിങ് ഇച്ചിരി പുറകിലോട്ടാണെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ആള്. ഞാനും മിത്തും തൊട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഓരോരുത്തരായിട്ട് മോൾക്ക് സദ്യ കൊടുക്കാൻ തുടങ്ങി. അച്ഛൻ തൊട്ട് കൊടുത്തു. അതിനുശേഷം അമ്മ. ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത പുതിയ ടേസ്റ്റുകൾ ആയ കാരണം എല്ലാം കഴിച്ചോട്ടോ ആള്. ഗുരുവായൂർ പോയിട്ട് നമ്മൾ ചോറുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാവാഞ്ഞതിൻ്റെ സങ്കടം ഇപ്പം കൃഷിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ കുഞ്ഞിനൊക്കെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവസാനം ചേച്ചിയുടെ നിന്നും കൂടെ ചോറ് വാങ്ങി തിന്നിട്ട് നമ്മുടെ സദ്യ മഹാമഹം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. തിരുവോണത്തിന് അന്ന് അരുണേട്ടൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഒരാഴ്ച മുന്നേ അവിടെയും ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. നാടും അച്ഛനും അമ്മയൊക്കെ നല്ലപോലെ മിസ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്തോണം നാട്ടിൽ കൂടാന്നുള്ള പ്രതീക്ഷകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ബൈ.